ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ആൻറ്റിയുടെ സ്നേഹവന്ദനങ്ങൾ. നമുക്കൊന്നിച്ചൊരു പാട്ട് പാടാം. ദൈവത്തിൻ കാരുണ്യാദ്രതനുഭവിച്ചതാ, വിടുതലിൻ ആത്മസ്വാതന്ത്ര്യം നുകർന്നതാ. ദൈവത്തിൻ കാരുണ്യാദ്രതനുഭവിച്ചതാ, വിടുതലിൻ ആത്മസ്വാതന്ത്ര്യം നുകർന്നതാ. സകല മനുഷ്യർക്കും ആശ്വാസം നേടാം, വചനത്തിൻ ദൂതുമായി പോയിടാം. ദൈവത്തിൻ കാരുണ്യാദ്രതനുഭവിച്ചതാ, വിടുതലിൻ ആത്മസ്വാതന്ത്ര്യം നുകർന്നതാ. പാപത്തിൻ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞിടാം, അന്ധകാര കോട്ടകളെ ഇടിച്ചു തകർത്തിടാം. ആത്മനാഥൻ യേശുവിന്റെ സാക്ഷ്യമോതിടാം, ആരെയും ചേർത്തണച്ച ഭയമേകിടാം. ദൈവത്തിൻ കരുണാദ്രതനുഭവിച്ചതാ, വിടുതലിൻ ആത്മസ്വാതന്ത്ര്യം നുകർന്നതാ. പരിഹരിച്ചു ബന്ധങ്ങൾ ഒന്നാക്കിടാം, തകർന്ന ഹൃദയങ്ങളെ കൂട്ടിയൊരുക്കിയിണച്ചിടാം. പ്രാണപ്രിയനും അസലപിച്ചാനന്ദിച്ചിടാം, രാവും പകലും പ്രാർത്ഥിച്ചൊന്നായി ആരാധിച്ചിടാം. ദൈവത്തിൻ കാരുണ്യാദ്രതനുഭവിച്ചതാ, വിടുതലിൻ ആത്മസ്വാതന്ത്ര്യം നുകർന്നതാ. സകല മനുഷ്യർക്കും ആശ്വാസം നേടാം, വചനത്തിൻ ദൂതുമായി പോയിടാം. ദൈവത്തിൻ കാരുണ്യാദ്രതനുഭവിച്ചതാ, വിടുതലിൻ ആത്മസ്വാതന്ത്ര്യം നുകർന്നതാ. പുതിയ നിയമത്തിൽ 18ാമത്തെ പുസ്തകമാണ് ഫിലോമോൻ. അത് അപ്പോസ്തലനായ പൗലോസാണ് അത് എഴുതിയിരിക്കുന്നത്. ആ ലേഖനം സുവിശേഷത്തിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയുമില്ല എന്ന സന്ദേശമാണ് ആ ലേഖനം നൽകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയെയാണ് നമ്മൾ ഒനേസിമോസ് നമുക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ പുരാതന ലോകത്തിലെ ശാപമായിരുന്നു അടിമത്തം. എന്നാൽ സുവിശേഷ സന്ദേശം അടിമയെയും യജമാനെയും ഒരേ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന സഹോദരന്മാരെ ആക്കി തീർക്കുകയാണ്. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിത്തീരുന്നു എന്ന സന്ദേശം നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ യേശുക്രിസ്തുവിന്റെ ബദ്ധൻ എന്ന നിലയിലാണ്. മാത്രമല്ല ഫിലോമോൻ എന്നെ പ്രിയനാണ്, അതുപോലെ കൂട്ടുവേലക്കാരനാണ്, അതുപോലെ മകനായ അർക്കിപ്പോസ് സഹപഠനാണ്. അങ്ങനെയുള്ള ആ ബഹുമതി അദ്ദേഹം എടുത്തു കാട്ടുന്നു. മാത്രമല്ല ഫിലോമോന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഫിലോമോൻ കർത്താവിനെ സ്നേഹിക്കുന്നതും തൻ്റെ വീട്ടിലെ സഭയുമായിട്ടുള്ള ആ കൂട്ടായ്മയും ആ സകല വിശുദ്ധന്മാരോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും, മാത്രമല്ല അനേക വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ വാഞ്ചയെ കുറിച്ചൊക്കെ നമുക്ക് അപ്പോസ്തലനായ പൗലോസിന്റെ ഫിലോമോൻ എഴുതുന്ന കത്തിലൊക്കെ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നു. തടവിലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാണ് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനാണ്. ഒനേസിമോസിന് യേശു കർത്താവിൽ അവൻ വിശ്വസിച്ചതിനാൽ പ്രയോജനമുള്ളവനായി മാറി എന്നുള്ള ആ വസ്തുത കത്തിലെഴുതുകയാണ്. എൻ്റെ ഹൃദയം തന്നെയായ എൻ്റെ പ്രാണപ്രിയനായ അവനെ ഞാൻ നിന്റെ അടുക്കിലേക്ക് മടക്കി അയക്കുന്നു. അല്പകാലം അവൻ വിട്ടുപിരിഞ്ഞത് ഒരുപക്ഷെ അവന് ആ കാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും എന്ന് പൗലോസിന്റെ കത്തിൽ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ആ കത്ത് കിട്ടി വായിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫിലോമോൻ തുടരുകയാണ് വായന. അവൻ ഇനിമേൽ ദാസനല്ല, ദാസനേക്കാൾ ഉപരി പ്രിയ സഹോദരനാകുന്നു. ആകെയാ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവൻ എന്നെ പോലെ സ്വീകരിക്കുക. എൻ്റെ ഹൃദയം നീ ക്രിസ്തുവിൽ തണുപ്പിക്കുക എന്നുള്ള വാക്കുകളൊക്കെയും ഫിലോമോൻ വായിച്ചു. സാധാരണയായ ഒരു അടിമ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതൊരു സുഖമോ സൗഭാഗ്യമോ അത് അനുഭവിക്കാൻ അവസരമില്ലാതെ അടിമത്തത്തിൽ മാത്രം കഴിയാൻ വിധിക്കപ്പെട്ടവരാണ് അവർ. എന്നാൽ ഇത് സഹിക്കുവാൻ കഴിയാതെ യജമാനനെ ഭയന്ന് ഓടിപ്പോയിട്ട് വല്ല കാരണവശാലും അവനെ തിരികെ കിട്ടിയാൽ
അത് അവൻ്റെ കഷ്ടകാലമെന്ന് പറയാനേ കഴിയൂ. ഒന്നാമത് അവൻ്റെ നെറ്റിമേൽ ഇരുമ്പ് പഴുപ്പിച്ച് അടയാളം കൊടുക്കും. അത് പൊള്ളലേറ്റ് ഉണ്ടാകുന്നതായാൽ ഒരിക്കലും അത് മാഞ്ഞു പോകത്തുമില്ല. ഇത്രമാത്രം തെറ്റ് ചെയ്ത ഓടിപ്പോയ ഒനേസിമോസിന് സാധാരണഗതിയിൽ സ്വീകരിക്കുക തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ പൗലോസിന്റെ ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ നീ കൂട്ടാളിയെന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ സ്വീകരിക്കുക എന്നുള്ള ആ വാക്ക് ഫിലോമോന് വളരെ ബോധിച്ചു. പൗലോസിന്റെ കത്ത് ഇത്രയും വായിച്ചപ്പോഴേക്കും ഒനേസിമോസിനുള്ള ഫിലോമോന്റെ എല്ലാ വിദ്വേഷവും അകന്നുപോയി. അവൻ ഇനി അടിമയല്ലല്ലോ, ഇനി ക്രിസ്തുവിൽ സഹോദരനാണല്ലോ എന്നുള്ള ആ ചിന്ത തന്നെ ഉത്സാഹിപ്പിച്ചു. ക്രിസ്തു ഇനി സഹോദരനാണല്ലോ എന്ന ചിന്ത അധികമായി സന്തോഷിപ്പിച്ചു. ഫിലോമോൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവൻ്റെ തെറ്റുകൾ ക്ഷമിച്ചു. നോക്കുക, എന്തൊരു നല്ലൊരു കൂടിക്കാഴ്ച. ദൈവത്തിന് സ്തോത്രം. ഒനേസിമോസ് മുഖാന്തരം ഉണ്ടായ ധനനഷ്ടം പൗലോസ് പറഞ്ഞു, ഞാൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞെങ്കിൽ അതൊന്നും പൗലോസിന് വാങ്ങാനായിട്ട് സാധ്യതയില്ല. തൻ്റെ പ്രിയനെ പോലെ ഏറ്റവും പ്രിയ സഹോദരനായിട്ട് ഒനേസിമോസിനെ ഫിലോമോൻ സ്വീകരിച്ചു. കർത്താവിന്റെ സ്തോത്രം. നമുക്കിന്ന് പഠിക്കാനുള്ള വാക്യം എഫെസ്യർ 5:1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. എഫെസ്യർ 5:1. ഭക്തനായ യോബ് പറയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ പ്രത്യാശിക്കും. അതെ, എന്തെല്ലാം വന്നാലും നമുക്ക് കർത്താവിനുള്ള പ്രിയത്വം നമുക്ക് വർദ്ധിക്കട്ടെ, അവനുള്ള പ്രത്യാശ നമുക്ക് വർദ്ധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് കർത്താവ് ശരണപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണപ്പോൾ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ് കർത്താവേ. ഞങ്ങൾക്കതിനാ സ്നേഹത്തിന് പകരം തരാനായിട്ട് ഞങ്ങൾക്കൊന്നും സാധിക്കത്തില്ല. എന്നാൽ കർത്താവേ, ഏറ്റവും പ്രിയമായി അങ്ങേ കർത്താവേ, അങ്ങനെയുള്ള ആഴത്തിലുള്ള ഭക്തി ഞങ്ങൾ മുറുകെ പിടിച്ച് മുന്നേറുവാൻ കർത്താവെ അങ്ങ് സഹായിച്ചാട്ടെ. ഈ പഠനം ഫിലോമോൻ, അതുപോലെ അപ്പോസ്തലനായ പൗലോസ്, അതുപോലെ ഒനേസിമോസ്, ഈ പാഠങ്ങളൊക്കെയും അവരുടെ ജീവിത ചരിത്രം ഞങ്ങൾക്ക് മുൻകുറിയായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പിന്നെയും അങ്ങനെയുള്ള ഭക്തി ഞങ്ങൾ വർദ്ധിച്ചു വരട്ടെ. മഹത്വം അർപ്പിക്കുന്നു യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.